നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂലൈ 1 ചൊവ്വ. ആവേശക്കടൽ. SFI അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കോഴിക്കോട് ബീച്ചിലെ പൊതുസമ്മേളന നഗരിയായ KV സുധീഷ് നഗറിലേക്ക് നടന്ന വിദ്യാർത്ഥി റാലി. പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാകില്ല. രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്നതും ഭാവി തലമുറയ്ക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്നതുമായ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാകില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SFI 18ാം അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. RSSന്റെ വിചാരധാരയിൽ എഴുതിവച്ചിരിക്കുന്ന 3 ശത്രുക്കൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ എന്നിവരാണ്. ഇത് ഭാരതത്തിന്റെ പൈതൃകങ്ങളിൽ നിന്നോ ഇതിഹാസത്തിൽ നിന്നോ കിട്ടിയതല്ല. ആ ആശയം ഹിറ്റ്ലറുടേതാണെന്നും പിണറായി പറഞ്ഞു. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശൻ സജി അധ്യക്ഷനായി. അനുവദിച്ചത് കൂടുതൽ തുക. ആരോഗ്യത്തിന് ആദ്യ പരിഗണന. ബജറ്റ് തുക വെട്ടിക്കുറച്ചെന്ന ആരോപണം പച്ചക്കള്ളം. ആരോഗ്യമേഖലയിലെ ചെലവുകൾക്ക് ട്രഷറി നിയന്ത്രണമില്ല. ഈ വർഷം ബജറ്റിലെ തുകയുടെ 1/4 3 മാസത്തിനുള്ളിൽ നൽകി. 2021 ശേഷം അനുവദിച്ചത് 770 തസ്തിക. ആരോഗ്യമേഖലയ്ക്ക് ഇതുവരെ അനുവദിച്ചത് കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലും LDF സർക്കാർ ആരോഗ്യമേഖലയ്ക്ക് ഫണ്ട് വെട്ടിക്കുറച്ചിട്ടില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ മേഖലയ്ക്ക് പ്രഥമ പരിഗണനയാണ് നൽകുന്നത്. ബജറ്റിൽ ആവശ്യത്തിന് തുക വകവരുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ബജറ്റിൽ വകയിരുത്തിയതിൽ കൂടുതൽ തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫണ്ട് വെട്ടിക്കുറച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. സ്റ്റാർട്ട് ആക്ഷൻ നോ കട്ട്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയിലെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് മാറ്റണമെന്ന സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ആവശ്യത്തിനെതിരെ തിരുവനന്തപുരത്തെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ പ്രാദേശിക ഓഫീസിന് മുന്നിൽ മലയാള ചലച്ചിത്ര സംഘടനകളുടെ സംയുക്ത സമരസമിതി പ്രതിഷേധിച്ചപ്പോൾ സെൻസർ ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ജാനകി എന്ന പേര് ആരുടെ വികാരമാണ് വ്രണപ്പെടുത്തുന്നത്? നീതിക്ക് വേണ്ടി പോരാടുന്ന കഥാപാത്രത്തിന് ജാനകി എന്ന പേര് നൽകിയതുകൊണ്ട് ആരുടെ വികാരമാണ് വ്രണപ്പെടുന്നതെന്ന് ഹൈക്കോടതി. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട കേസിലാണ് സെൻസർ ബോർഡിനെ ജസ്റ്റിസ് N നഗരേഷ് രൂക്ഷമായി വിമർശിച്ചത്. ഒരു സന്തോഷ വാർത്തയുണ്ട്. റെയിൽവേ യാത്രാ നിരക്ക് വർധന ഇന്നു മുതൽ. ട്രെയിൻ യാത്രാ നിരക്ക് കുത്തനെ കൂട്ടിയ കേന്ദ്ര സർക്കാർ. നിരക്ക് വർധന ചൊവ്വാഴ്ച മുതൽ പ്രാബല്യത്തിൽ. മെയിൽ എക്സ്പ്രസ്, സ്ലീപ്പർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിന് കിലോമീറ്ററിന് 1 പൈസയും AC ചെയർകാർ, AC 3 ടയർ, ഇക്കോണമിക് ക്ലാസ്, AC ടയർ, AC ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് കിലോമീറ്ററിന് 2 പൈസയുമാണ് കൂട്ടിയത്. 501 മുതൽ 1500 കിലോമീറ്റർ വരെ 5 രൂപയും. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം 10 കോടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളുടെ എണ്ണം 10 കോടി കവിഞ്ഞു. 1921 സ്ഥാപിതമായ പാർട്ടിയിൽ 2024 അവസാനത്തോടെ 10 കോടി 27 ലക്ഷം അംഗങ്ങളുണ്ടെന്ന് CPCയുടെ സെൻട്രൽ ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവിയായി DGP റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചു. കോഴിവില. വെൻകോപ്പ് ചിക്കൻ നിർദ്ദേശിച്ച റീറ്റെയിൽ ലൈവ് റേറ്റ് 135. BJP കോർ കമ്മിറ്റിയിൽ പൊട്ടിത്തെറി. സംസ്ഥാന പ്രസിഡന്റ് ഗ്രൂപ്പിന്റെ ആളായെന്ന് മുരളീധര പക്ഷം.
ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ വന്ന രാജീവ് ഇപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണെന്ന് വിമർശം. പ്രായപരിധി ഉയർത്തൽ വഴങ്ങാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികൾ. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കൈ ഭവന പദ്ധതി കല്ലിടാൻ പോലുമായില്ല. നാണക്കേടെന്ന് പ്രവർത്തകർ. എന്നിട്ട് ഫേസ്ബുക്ക് വഴി അങ്ങ് നിലവിളിയാണ്. 740 കോടി എന്തിയെ, 740 കോടി എന്തിയെ, 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞവന്മാരാ ഇപ്പം ദുരിതാശ്വാസ ഫണ്ട് എന്തിയെ, അതെടുത്ത് ചെയ്യൂ എന്നും പറഞ്ഞ് നടക്കുന്നത്. മാക്ട നിർവാഹക സമിതി ജോഷി മാത്യുവിൻ്റെ പാനലിന് ജയം. ദേശാഭിമാനി എഡിറ്റോറിയൽ. വോട്ടർ പട്ടിക പുതുക്കൽ ബീഹാർ പരീക്ഷണം അപകടകരം. ബീഹാറിൽ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന് 3-4 മാസം മാത്രം ശേഷിക്കെ പൗരത്വ രജിസ്റ്ററിന് സമാനമായ പൗരത്വ തെളിവെടുപ്പോടെ വോട്ടർ പട്ടിക പുതുക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം കടുത്ത ആശങ്കയും പ്രതിസന്ധിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. 2003 ജനുവരി 1 നിലവിൽ വന്ന വോട്ടർ പട്ടികയാണ് ആധികാരികമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. അന്ന് 4.96 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ഉണ്ടായിരുന്നത്. അതിനാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പട്ടികയിൽ ഉള്ള 7.89 കോടി വോട്ടർമാരിൽ 2.93 കോടി പേർ അവരുടെ അർഹത തെളിയിക്കാൻ ജനനത്തീയതി, ജനന സ്ഥല രേഖകൾ ഹാജരാക്കേണ്ടി വരും. 1987 ശേഷം ജനിച്ചവർ അവരുടെ രക്ഷിതാക്കളുടെ രേഖകളും സമർപ്പിക്കണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളും വരുത്താനുള്ള തീവ്രയജ്ഞ പരിപാടി കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിച്ചു കഴിഞ്ഞു. സെപ്റ്റംബർ 30 പുതിയ വോട്ടർ പട്ടിക പ്രഖ്യാപിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്.